ഇന്നത്തെ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകത ഇന്ന് ഖുദ്സ് ദിനമാണ്. എന്താണ് ഈ ഖുദ്സ് ദിനം എന്നോ? പലസ്തീനികൾക്ക് പിന്തുണ പ്രഖ്യാപിക്കാനും പലസ്തീനിലെ സയനിസ്റ്റ് അധിനിവേശം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടാനും അന്താരാഷ്ട്ര തലത്തിൽ ആചരണ ദിനമാണ് ഖുദ്സ് ദിനം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് ഖുദ്സ് ദിന റാലികൾ നടക്കും. ഐഷത്തുൽ ഷംന ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. ഷംന, ഈ ഖുദ്സ് ദിനം എത്തുമ്പോഴുള്ള പ്രത്യേകത, ആ ചെറിയൊരു പ്രദേശത്ത് 50,000-ഓളം ആളുകളെ കൂട്ടക്കുരുതി നടത്തിക്കഴിഞ്ഞു ഈ ഗാസയിൽ ഉൾപ്പെടെ എന്നൊക്കെയുള്ള അന്താരാഷ്ട്ര വാർത്തകൾ വരുമ്പോഴാണ് ഈ പലസ്തീനിലെ സയനിസ്റ്റ് അധിനിവേശത്തെക്കുറിച്ച് ലോകമെമ്പാടും ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഇന്നത്തെ ദിനം ആചരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഈ ദിനാചരണം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? ശ്രീജ, 1979 മുതലാണ് ഈ ഖുദ്സ് ദിനം ആചരിക്കാൻ തുടങ്ങിയത്. അന്ന് തൊട്ട് ഇന്ന് വരെ റമദാൻ മാസത്തിലെ എല്ലാ അവസാനത്തെ വെള്ളിയാഴ്ചയും ഖുദ്സ് ദിനം, അതായത് ഫലസ്തീൻ ജനതയോടുള്ള ഒരു ഐക്യദാർഢ്യം, അതുപോലെ ഫലസ്തീനിൽ ഇസ്രായേലിന്റെ അധിനിവേശം അവസാനിപ്പിക്കുക എന്നൊക്കെ ആഹ്വാനം ചെയ്തുള്ള ഈ ഒരു ദിവസം ആചരിക്കപ്പെടുന്നത്. ലോകമെമ്പാടും ഈ ഒരു ദിവസം ആചരിക്കുന്നുണ്ട്. ഫലസ്തീനിലോ അല്ലെങ്കിൽ വെറും ഒരു മുസ്ലിം രാജ്യങ്ങൾക്ക് അപ്പുറം ഇത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആചരിക്കപ്പെടുന്നുണ്ട്. റാലികൾ, ഫലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങൾ വിളിച്ച് റാലികൾ ഉൾപ്പെടെ നടത്തി വലിയ ആഘോഷമായി, അല്ലെങ്കിൽ അവർക്ക് കൃത്യമായി തന്നെ ഒരു ഐക്യദാർഢ്യം ഫലസ്തീൻ ജനതയോട് ഒപ്പമുണ്ട് എന്ന തരത്തിൽ ആ ഒരു വിശ്വാസം കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ദിനം ആചരിക്കപ്പെടുന്നത്. ഈ മുസ്ലിം ജനതയെ സംബന്ധിച്ചിടത്തോളം ഈ ജെറുസലേം അല്ലെങ്കിൽ അൽ-അഖ്സ പള്ളിയൊക്കെ വിശ്വാസപരമായി തന്നെ ഏറെ പ്രധാനങ്ങളുള്ള, ഏറെ പ്രിയപ്പെട്ട പള്ളിയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രദേശം അവർക്കേറെ പ്രിയപ്പെട്ടതാണ്. ഒപ്പം തന്നെ ഈ ഖുദ്സ് എന്ന പദം, ഈ അൽ-അഖ്സ പ്രദേശം, അൽ-അഖ്സ പള്ളിയുള്ള പ്രദേശം ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് യെരുശലേം, അതുപോലെ ഖുദ്സ് എന്നൊക്കെയായിരുന്നു, സമാധാനത്തിന്റെ പട്ടണം എന്നൊക്കെയായിരുന്നു അറിയപ്പെട്ടിരുന്നത്. എങ്കിൽ പോലും ആദ്യകാലം മുതൽ തന്നെ അവിടെ ഇത്തരത്തിലുള്ള യുദ്ധങ്ങളും അധിനിവേശങ്ങളും ഒക്കെ നമ്മൾ കാണുന്നതാണ്. എന്തായാലും ഈ ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന ഖുദ്സ് എന്ന ഒരു പദം, ആ ഒരു അർത്ഥം അത് തന്നെയാണ് പിന്നീട് ഖുദ്സ് ദിനം എന്ന പദമായി അങ്ങനെ അറിയപ്പെടുന്നതും. എന്തായാലും വിവിധ ഭാഗങ്ങളിൽ, യൂറോപ്പിലടക്കം ഇന്ന് ഫലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങൾ വിളിച്ച് റാലികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ഇസ്രായേൽ ആക്രമണം ഇങ്ങനെ കൂട്ടക്കുരുതി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതെന്തായാലും വലിയ രീതിയിൽ ഇന്നും ചർച്ചയാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ശ്രീജ, ശരി. ഒരു ചെറിയ പ്രദേശത്ത് എത്രയോ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന അധിനിവേശം, ആക്രമണം, അതേക്കുറിച്ചൊക്കെ ലോകത്തെ ബോധ്യപ്പെടുത്താൻ, ലോകത്തോട് സംസാരിക്കാൻ, ലോകത്തിന് ചർച്ച ചെയ്യാൻ, സ്വന്തമായി ഓർമ്മിക്കാൻ ഒക്കെയുള്ളൊരു ദിവസമാണ് ഇന്ന്. റമദാൻ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച ഖുദ്സ് ദിനം കൂടിയാണ്.